എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പക്ഷേ എൻ്റെ ഓണത്തിൻ്റെ തുടക്കം ഒട്ടും മനോഹരമായിരുന്നില്ല. കാരണം ഇന്ന് രാവിലെ 6 മണിക്ക് ഞാൻ ഒരു വണ്ടിക്ക് തലവെച്ചു. ആ വണ്ടിയുടെ പേരാണ് ടോക്സിക്, ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ് ആൻഡ് സ്റ്റാറിങ് യഷ്. ആദ്യം തന്നെ പറയാനുള്ളത്, ചെവി ഇപ്പോഴാണോ ഒന്ന് നോർമലായത്. കാരണം പടം കണ്ടു കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറോളം എൻ്റെ ചെവി വല്ലാത്തൊരു കിളി ഒരവസ്ഥയായിരുന്നു. പൊതുവേ കുറച്ച് കേൾവിക്കുറവുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഈ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഇത്രയും തലവേദന എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. സത്യം പറയാലോ, തിയേറ്ററിൽ നമ്മൾ 3-3.25 മണിക്കൂറുണ്ട് ഈ പടം. നമ്മളുടെ ക്ഷമ എന്ന് പറയുന്ന സാധനം ടെസ്റ്റ് ചെയ്ത് ഏതോ ഒരു ലെവലിലേക്കാണ് പോവുക. ഞാൻ ഈ പടം ശരിക്കും ഒറിജിനൽ ലാംഗ്വേജ്, അതായത് കന്നഡ ലാംഗ്വേജ് വിത്ത് കന്നഡ ഓഡിയൻസ് ഇന്ന് തിയേറ്റർ ഇൻ ബംഗളൂരു RT നഗറിൽ രാധാകൃഷ്ണ തിയേറ്ററിൽ നിന്നാണ് രാവിലെ 6 മണിക്ക് പോയി കണ്ടത്. കന്നഡ ഹാർഡ് കോർ യാഷ് ഫാൻസിൻ്റെ കൂടെയാണ് ഈ സിനിമ കണ്ടത്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഈ സിനിമയ്ക്കകത്ത് ആളുകൾ റിയാക്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് ഞാനിങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചില സീനൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പം ആളുകളിങ്ങനെ എന്താപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. കാരണം തുടക്കം തൊട്ടിട്ട് ഈ പടത്തിനൊരു ഗ്രാഫ് ഉണ്ട്. വെടിവെപ്പ്, പുക, ഫൈറ്റ്, ഈ സാധനം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ തുടങ്ങിയ സാധനം തന്നെ റിപ്പീറ്റ് അടിച്ച് കുറേ വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു റിപ്പീറ്റഡ് എലമെൻ്റാണ് ഫീമെയിൽ ആക്ട്രസസ്. ഇതിനകത്ത് ഫീമെയിൽ ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിരിക്കുന്നതിൽ നയൻതാരയുടെ പെർഫോമൻസ് വാസ് വെരി നൈസ്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിയാര അദ്വാനി, അങ്ങനെ പല ആക്ടേഴ്സും ഉണ്ട്, രുക്മിണി വസന്ത്. ഇവരുടെയൊക്കെ മെയിൻ പർപ്പസ് ഓഫ് ദ ബീയിങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മൂവി ഇസ് ദാറ്റ് ദേ ആർ ദ ലവ് ഇൻട്രസ്റ്റ് ആൻഡ് ദേ ആർ ഹാവിങ് ഫിസിക്കൽ ഇൻറ്റിമസി വിത്ത് ദ ഹീറോ. ഇതാണ് സംഭവം. ഇത് തന്നെയാണ് ഇതിനകത്തുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ ഈ പടം സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസാണ്. ഈ ട്രെയിലറിലും ടീസറിലും ഒക്കെ വന്ന സാധനങ്ങൾ കണ്ടിട്ട് പല ആളുകളും പുള്ളിക്കാരെ ക്രിട്ടിസൈസ് ചെയ്തപ്പോഴും ഞാൻ അതിന് നിന്നിട്ടില്ല. കാരണം ഐ ഫെൽറ്റ് ദാറ്റ് സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടാവും. പുള്ളിക്കാരിയുടെ ആ ഒരു ഐഡിയോളജി, അല്ലെങ്കിൽ പുള്ളിക്കാരി എങ്ങനെയാണ് സിനിമയെ നോക്കിക്കാണുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കസബയൊക്കെ വിമർശിച്ച സമയത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ആ പുള്ളിക്കാരി എടുത്തു വെച്ചിരിക്കുന്നൊരു പടത്തിനകത്ത് എന്ത് തേങ്ങയാണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഈ പടം ശരിക്കും ഇറ്റ്സ് നോട്ട് എ ഗീതു മോഹൻദാസ് മൂവി, ഇറ്റ്സ് നോട്ട് എ യഷ് മൂവി. യഷിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റർ മൂവി അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതല്ല. ഗീതു മോഹൻദാസിൻ്റെ സ്റ്റൈലിൽ വെച്ചിരിക്കുന്ന ഒരു പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഹൈ മൊമെൻറ്റ്സും കിട്ടാത്ത, ഇൻഫാക്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓർത്ത് വയ്ക്കാൻ നമ്മളെ മനസ്സിൽ ഒരു സാധനം പോലും ബാക്കി വയ്ക്കാത്ത ഒരു സിനിമയാണ് ടോക്സിക്. ഇതുപോലത്തെ ഒരു സിനിമ എലിവേറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു വലിയ എലമെൻ്റാണ് BGM എന്ന് പറയുന്നത്. രവി ബസറൂറാണ് BGM ചെയ്തത്. ഈ സിനിമയിലെ കന്നഡ സോങ്സ് തീർച്ചയായിട്ടും തിയേറ്ററിൽ നല്ലൊരു വൈബ് തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ സ്കോറിങ്, പ്രത്യേകിച്ചും സ്കോറിങ് ചെയ്ത് എലിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സീനുകളില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പോയിന്റിലെ സ്കോറിങ്ങും എനിക്ക് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള രവി ബസറൂർ സിഗ്നേച്ചർ സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന സ്കോർസോ മൊമെൻറ്റ്സോ ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. പക്ക ഫ്ലാറ്റാണ്. ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ സ്ക്രീൻ പ്ലേ. ഞാൻ എൻജോയ് ചെയ്ത ഒരേ ഒരു ടെക്നിക്കൽ എലമെൻറ്റ് മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ദാറ്റ് വാസ് സിനിമാറ്റോഗ്രഫി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. രാജീവ് രവി ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ആൻ അപ്ലോസ്. സിനിമാറ്റോഗ്രഫി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്നിക്കൽ ബ്രില്യൻസ് കൊണ്ടോ സേവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കിംഗ് അല്ല ഈ സിനിമയുടെ. കാരണം അത്രയ്ക്ക് ഫെയിലിയറാണ് ഈ സിനിമയുടെ മേക്കിങ്ങിൽ ഗീതു മോഹൻദാസിന് പറ്റിയിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഫിലിം വിൽ ബി വെരി ഫ്ലാറ്റ് ഫോർ ദ പീപ്പിൾ. ആര് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ കണ്ടിട്ട് ഒരു വാവ് മൊമെൻറ്റ് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യൂവർ ഉണ്ടാകുന്നു. കാരണം ആ തിയേറ്ററിനകത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അതാണ്. ആ പടത്തിൻ്റെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഒരാൾ വലുതായിട്ട് കൈയടിക്കുന്നതോ അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് റിയാക്ട് ചെയ്യുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഇത് പറയേണ്ടി വരുന്നതിൽ കുറച്ച് വിഷമമുണ്ട്. ബട്ട് ടോക്സിക് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ് for this particular year. That's all from Jodat speaking.